കൽബിൻ്റെയും ഗോളത്തിൻ്റെയും സക്സസ്സും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആൻഡ് അസോസിയേഷനിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ ബോത്ത് ദ മൂവീസ്. വി ആർ റിയലി ഹാപ്പി. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും മുന്നോട്ട് ഫ്രേഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് വളരെ നല്ല ഗംഭീര പ്രോജക്ട്സുമായിട്ട് കണ്ടിന്യൂസ്ലി ഞങ്ങൾ കാണും. ഗോളത്തിൻ്റെ ഹോൾ ടീം, കൽബിൻ്റെ ഹോൾ ടീം, ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ആൻഡ് ഇന്നത്തെ ഈവനിങ് ഒരു ബിഗിനിങ് ഓഫ് എ ജേർണി ടുഗെദർ, ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു ജേർണി ആയിട്ട് മാറട്ടെ. Wishing everybody a wonderful evening. Enjoy yourselves. First of all, thank you for such an amazing introduction. ശരിക്കും പറഞ്ഞാൽ 2024 ഇറ്റ്സ് ദ ബെസ്റ്റ് ഇയർ ഓഫ് മൈ ലൈഫ് സോ ഫാർ. കാരണം ഒന്നല്ല, 2 പടങ്ങളുടെ ഒരു എന്താ പറയുക, ഇത്രയും ഇമ്പാക്ട് ഇൻഡസ്ട്രി, ഇത്രയും ഇമ്പാക്ട് ഉള്ള ഒരു പടത്തിന്റെ ഒരു പ്രധാന ഭാഗമാവാൻ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സംജാദ്, താങ്ക് യു സാജിദ് പുള്ളി ഇവിടെ ഇല്ല ഇപ്പം, ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദീസ് ക്യാരക്ടേഴ്സ്. ഈ 2 ക്യാരക്ടേഴ്സ് ആയാലും, ലിയനാർഡോ കാൽപ്പോ ആയാലും സന്ദീപ് കൃഷ്ണ ആയാലും, ദേ വിൽ ഓൾവേസ് ഹോൾഡ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇപ്പം കൽബോ ടിറ്റിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളെല്ലാവരും ഒരുപാട് ലവ് വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഗോളം തിയേറ്ററിൽ തന്നെ ഓൾ ഓഫ് യു മേഡ് എൻ അമേസിംഗ് ബിഗ് ഹിറ്റ്. ഈ 2 പടങ്ങൾ വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫൈനിങ് ഫിലിംസ് ഇൻ മൈ കരിയർ. അതെനിക്ക് ഉറപ്പാണ്. ഫ്രം ഹിയർ ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഓൺലി അപ്വേർഡ്സ്. ഇനിയും നിങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്യണമെന്നുണ്ട്, നിങ്ങളെ എന്റർടൈൻ ചെയ്യണമെന്നുണ്ട്. സോ ദിസ് മോട്ടിവേറ്റ്സ് മീ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് താങ്ക് യു എവരിബഡി ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. 2024 എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു. 2024 പോലെ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായി ഞാൻ സംജാദും കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂവി ചെയ്യാൻ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ആൻമ, ഫ്രാഗ്രന്റ് നേച്ചർ എല്ലാവരും കൂടെ നിന്നു. രഞ്ജിത്ത് ഞങ്ങളുടെ ഹീറോ. ഗോളം സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക്, അതിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് എത്തുന്നത് ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന സിനിമയെ പറ്റിയായിരുന്നു, പുതിയ കഥകളെ പറ്റിയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വലിയ വലിയ സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാറുണ്ട്. Thank you so much. Once again, can we have a big round of applause for the ഫിലിം ക്രിയേഷൻസ് ബാനർ 2010-ലാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത്. പ്രണയം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1-2 സിനിമകൾ ചെയ്തു. എന്നിട്ട് 2020 തൊട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് റിവൈവൽ ഓഫ് ഫ്രേഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് തുടങ്ങി. 2024 നല്ല ഗംഭീര 2 സിനിമകൾ നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റി. ഇനി മുന്നോട്ട് ഞങ്ങൾ വളരെ നല്ല കോണ്ടന്റും എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സായിട്ട് നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റിനാണ്. അടുത്ത ഞങ്ങൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്റ്റിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് കൂടാണ് ഇന്ന്. എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. ആൻഡ് വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ബി ഈ ടീം സംജാദ് ആൻഡ് പ്രവീണിൻ്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിങ്ങും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. രഞ്ജിത്താണ് അതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ഷൻ ഇഷ്ടമാണോ? ത്രിൽ ഇഷ്ടമാണോ?
വയലൻസ് ഇഷ്ടമാണോ? Then you guys will love this എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് സമയമാകുമ്പോൾ പറയാം. But this is one of the most exciting projects that I cannot wait to start. So അധികം വൈകാതെ തന്നെ we'll share details soon. രഞ്ജിത്ത് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൺ പിക്ചേഴ്സിന്റെ ഒരു സിനിമയിൽ രഞ്ജിത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെലുങ്കിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വരുന്ന രഞ്ജിത്തിലേക്ക് വരുന്ന സ്റ്റോറി പറയാം. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഫ്രാഗ്രൻസ് നേച്ചർ ഫിലിം ക്രിയേഷൻസിലേക്ക് ഏകദേശം 200 മോർ ദാൻ 200 യങ്സ്റ്റേഴ്സ് അവരുടെ സ്റ്റോറി തന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു സിനിമ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരുടെ സ്റ്റോറിയും കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും ടൈം കൊടുക്കുന്നുണ്ട്. മാം അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ട്രാവലിൻ്റെ ഇടയിലും മറ്റ് കോർ ബിസിനസ് മറ്റ് ആയിട്ട് പോലും സമയം കണ്ടെത്തുന്നുണ്ട്. രഞ്ജിത്ത് കഥ കേൾക്കുന്ന രീതി ഇപ്പോൾ ഇതുവരെ കഥ കേട്ട ആളുകൾക്കറിയാം. 3 മണിക്കൂറും എനിക്ക് തോന്നുന്നു 8 മണിക്കൂറൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് രഞ്ജിത്ത് സ്റ്റോറി കേൾക്കുന്നത്. ഇതുവരെ ഞാനിത് പറയുന്നത് എക്സാജറേറ്റ് ചെയ്തിട്ടല്ല. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി കേട്ടിട്ട് രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു 8-9 മണിക്കാണ് അവസാനിപ്പിച്ചത്. ഞാനിത് പറഞ്ഞത് വളരെ നല്ല ഇന്റൻഷനോട് കൂടിയാണ് ഫ്രാഗ്രൻസ് നേച്ചർ ഫിലിംസ് ക്രിയേഷൻസ് ഇവിടെ മലയാളത്തിൽ നിന്നുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം, പാൻ ഇന്ത്യൻ ഫിലിം, ഇന്റർനാഷണൽ ഫിലിം മേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. സിനിമയെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ കാലത്തും നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാകണം. എല്ലാ ഓൺലൈൻ മീഡിയ എന്ന് ഞാൻ പറഞ്ഞ ഒരു പവർഫുൾ മീഡിയ ആണ്. ആ മീഡിയ ഏത് സമയത്തും ഞങ്ങളെ ആക്സസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളും നമ്മളും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. ഇത് ഞാൻ ഈ പറയുന്നത് മാമിന്റെ വിഷനാണ്, സജീവ് സാറിന്റെ വിഷനാണ്. ആ വിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ്.